ഒന്ന്. അടുത്തത്, ഒരു മഹാന്റെ ഒരു അസർ, ഷെയറെ മുബാറക്കാവട്ടെ, വസ്ത്രമാവട്ടെ, അതുപോലുള്ള എന്തോ ആവട്ടെ, ആ മഹാനുമായി ബന്ധപ്പെട്ട ഒരു വസ്തു കൊണ്ട് എന്റെ ഒരു അസുഖം മാറി എന്ന് ഞാൻ വിശ്വസിച്ചാൽ തെറ്റോ ശരിയോ? തെറ്റാണ്. പ്രവാചകന്റെ വിഷയത്തിലാണെങ്കിൽ സത്യമാണ്. കാരണം പ്രവാചകന്റെ അസറുകൾക്ക് ബറക്കത്തുണ്ട്, ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇമാം ബുഖാരി, മുസ്ലിം അടക്കമുള്ളവർ ഉദ്ധരിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ മുടി, പ്രവാചകന്റെ വിയർപ്പ്, പ്രവാചകന്റെ കുപ്പായം, പ്രവാചകന്റെ പുതപ്പ്, പ്രവാചകനുമായി ബന്ധപ്പെട്ട ശേഷിപ്പുകൾ പലതും സ്വഹാബിമാർ ആ നിലയ്ക്ക് കണ്ടിട്ടുണ്ട്. പ്രവാചകന്റെ പത്നി ഉമ്മു സലമ ബിവിയുടെ കൈവശം പ്രവാചകന്റെ മുടിയുണ്ടായിരുന്നു. ആ മുടിയിലേക്ക് മറ്റു സ്വഹാബിമാരും താബിഴികളും വെള്ളത്തിന് വേണ്ടി ആളെ പറഞ്ഞയക്കുമായിരുന്നു. ആ മുടി മുക്കിയ വെള്ളം കൊടുക്കുമായിരുന്നു. അവർ രോഗശമനത്തിന് ഉപയോഗിക്കുമായിരുന്നു. ബുഖാരി, മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ സ്വഹാബിമാരെ പലർക്കും മുടി കിട്ടിയിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിന് മുടി കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് അദ്ദേഹം ചിലർക്ക് അത് നൽകിയിട്ടുമുണ്ട്. അതും സ്ഥിരപ്പെട്ട സംഭവമാണ്. അതേപോലെ പ്രവാചകന്റെ വിയർപ്പ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ശേഖരിച്ച് ഒരു ചെറിയ കുപ്പിയിൽ അവൾ സൂക്ഷിച്ചിട്ടുണ്ട്. എന്തിനാണ് റസൂൽ ഇത് ചെയ്യുന്നതെന്ന് റസൂൽ ചോദിച്ചപ്പോൾ അവരുടെ മറുപടി, നർജു ബറകതഹു ലിസുബിയാനിനാ, ഞങ്ങളെ കുട്ടികൾക്ക് ഇതിന്റെ ബറക്കത്ത് ലഭിക്കാൻ വേണ്ടിയാണ് എന്നവർ പറഞ്ഞത് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. അതും ശരിയാണ്. എന്നാൽ പ്രവാചകൻ അല്ലാത്ത ശേഷം വന്ന മഹാന്മാരെ ഈ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ സ്വഹാബിമാർ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഉദാഹരണമായി പ്രവാചകന്റെ കാലശേഷം ഈ ഉമ്മത്തിൽ ഏറ്റവും അഫ്ളൽ ആരാണെന്ന് ചോദിച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയാണ്. ഈമാന് കൊണ്ട് ഈ ഉമ്മത്തിൽ ഏറ്റവും മികച്ചവരാണ്, സ്വർഗത്തിലാണ് എന്ന് ഉറപ്പാണ്. പ്രവാചകരുടെ ഭാര്യാപിതാവുമാണ്. പക്ഷേ സിദ്ദീഖുൽ അക്ബറിന്റെ ഭരണകാലത്ത് ഏതെങ്കിലും ഒരു സ്വഹാബിയോ ഏതെങ്കിലും ഒരു താബിഈയോ സിദ്ദീഖുൽ അക്ബറിന്റെ മുടിയോ സിദ്ദീഖുൽ അക്ബറിന്റെ കുപ്പായമോ സിദ്ദീഖുൽ അക്ബറിന്റെ താടിയോ സിദ്ദീഖുൽ അക്ബറുമായി ബന്ധപ്പെട്ട അസറുകളോ അങ്ങനെ ഉപയോഗിച്ചതായി എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല. ശേഷം ഉമർ ഖത്താബ് 10 കൊല്ലം ഭരണം നടത്തി. അദ്ദേഹം സ്വർഗത്തിലാണ്, പ്രവാചകന്റെ ഭാര്യാപിതാവാണ്, പ്രഗത്ഭരായ സ്വഹാബിയാണ്. പിശാച് പോലും ഉമർ ഖത്താബിനെ കണ്ടാൽ വഴിമാറിപ്പോകുമെന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഉമർ ഖത്താബിനെയും അങ്ങനെ ചെയ്തിട്ടില്ല. ഇമാം ഷാത്തബി തന്റെ കിതാബുൽ ഇത്സാമിൽ അക്കാര്യം രേഖപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കാലശേഷം അബൂബക്കർ സിദ്ദീഖിനേക്കാളും ശ്രേഷ്ഠമായ ഒരാളെയും ഈ ദുനിയാവിൽ ബാക്കി വെച്ചിട്ടില്ല. പിന്നെ ഉമർ ഖത്താബ്, പിന്നെ ഉസ്മാൻ അഫ്ഫാൻ, പിന്നെ അലി ഇബ്നു അബി ത്വാലിബ്, സുമ്മ സായിറു സ്വഹാബ എന്ന് അദ്ദേഹം പറഞ്ഞു. ഫലം يثبت من طريق صريح صحيح أن متبركا تبرك بأحد منهم على أحد تلك الوجوه. فلم يثبت عن أحد منهم صحابة لأنه ഒരാളിൽ നിന്നും സ്ഥിരപ്പെട്ടിട്ടില്ല من طريق صحيح صريح വ്യക്തമായ സ്വഹീഹായ പരമ്പരയിലൂടെ സ്ഥിരപ്പെട്ടിട്ടില്ല. അന്ന മുതബർരികൻ തബറക ബിഹിം, ഒരു ബർക്കത്തെടുക്കുന്നവൻ അവരെ കൊണ്ട് ബർക്കത്തെടുത്തുവെന്ന് അലാ അഹദി തിൽകൽ വുജൂഹി, ആ നിലക്കുള്ള ഏതെങ്കിലും ഒരു വഴികളിൽ അവരിൽ നിന്ന് ബർക്കത്തെടുത്തുവെന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. ഫഹുവ ഇദൻ ഇജ്മാഉം മിൻഹും അലാ തർക്കി തിൽകൽ അസ്യാ, അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഉപേക്ഷിക്കണമെന്നതിന് അത് സ്വഹാബത്തിന്റെ ഏകോപനമാണ്, ഇജ്മാ ആണ് എന്ന് ഇമാം ഷാത്തബി റഹിമഹുല്ലാഹ് തന്റെ കിതാബുൽ ഇത്സാമിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോ മഹാന്മാരുടെ വസ്ത്രങ്ങൾ കൊണ്ടും ഷെയറെ മുബാറക്ക് കൊണ്ടും ബർക്കത്ത് എടുക്കാം അല്ലെ? ഒരിക്കലുമല്ല. നിങ്ങളെ ബുദ്ധിക്ക് കുഴപ്പമുണ്ടോ? ഞാൻ ഇപ്പൊ പറഞ്ഞു എന്താ, ഒരു മിനിറ്റ്, ലേഖിന്റെ വാക്ക് കൂട്ടി മാറ്റരുത്. ഇത് മുഖാമുഖാണ്. ഇത്ര വ്യക്തമായി കിതാബിനെ ഇബാദത്തടക്കം എടുത്തു പറഞ്ഞ് സ്വഹാബത്തിന് നടപടിക്രമം പറഞ്ഞിട്ടും നിങ്ങൾ വിചാരിച്ച എന്താ, ഒരു ബർക്കത്തില്ലാതെ ഞാൻ പറയും അപ്പൊ ആ ഹദീസൊക്കെ ഉദ്ധരിക്കാന്ന, ഒരു ബർക്കത്തില്ലാതെ പറയുമ്പോ ഈ ഹദീസൊക്കെ പറയാതെ നിങ്ങൾ വിചാരിച്ചത്. പക്ഷെ അങ്ങോട്ട് വെടികൊള്ളു നിങ്ങൾ വിചാരിച്ചില്ല. അതൊക്കെ അവിടെ നിന്നോട്ട് മുസ്ലിയാർ എന്തിനായി പണിയൊക്കെ ഇത്ര പച്ചയായി, ഇത്ര സൗമ്യമായി, ഇത്ര മാന്യമായി നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ മുഖാമുഖം നടത്തിയെന്ന്. ആ മുഖാമുഖത്തിന്റെ കോലവും ഈ മുഖാമുഖത്തിന്റെ കോലവും കൊണ്ട് കമ്പയർ ചെയ്ത് നോക്കാണ്. ഇവിടെ എ പി സുന്നയാളോ ഇ കെ സുന്ന ഏത് സുന്നയോ മുഖാമുഖം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ മുഖാമുഖത്തെ രീതിയും ഈ മുഖാമുഖ രീതികളൊന്ന് താരതമ്യം ചെയ്യും. ഇത്ര മാന്യമായി വളരെ സൗമ്യമായി എല്ലാവർക്കും ബോധ്യപ്പെടാവുന്ന രൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനെ അട്ടിമറിക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ കിതാബ് സുന്നത്തെ എങ്ങനെ അട്ടിമറിക്കും?
പച്ച മലയാളത്തിൽ പറഞ്ഞ മറുപടിയാ നേരെ മുമ്പിൽ വെച്ചിട്ട് ഈ കോലത്തിൽ ദുർവ്യാഖ്യാനിക്കുന്നത്. പിന്നെ നിങ്ങൾ ആയത്ത് ദുർവ്യാഖ്യാനിക്കൂലേ, ഹദീസ് ദുർവ്യാഖ്യാനിക്കൂലേ, നാട്ടുകാർ മനസ്സിലായിക്കൂലേ? ഇപ്പൊ ഞാൻ പറഞ്ഞെന്താ, മഹാന്മാരൊക്കെ ബർക്കത്തെടുക്കാനാ? റസൂലുള്ളാഹിന്റെ ശേഷിപ്പിക്ക് ബർക്കത്തുണ്ട്, റസൂലുള്ളാഹിന്റെ ശേഷിപ്പിന് ബർക്കത്തുണ്ട്, സ്വഹാബത്ത് എടുത്തിട്ടുണ്ട്, ബുഖാരി മുസ്ലിം അടക്കമുള്ള ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ടും ആ സ്വഹാബിമാരോ താബിഉകളോ സിദ്ദീഖുൽ അക്ബറിന്റെ ബർക്കത്ത് എടുത്തിട്ടില്ല, ഉമർ ഖത്താബിനെ എടുത്തിട്ടില്ല, ഉസ്മാൻ അഫ്ഫാനെ എടുത്തിട്ടില്ല, അലി ഇബ്നു അബീ ത്വാലിബിനെ എടുത്തിട്ടില്ല, മറ്റു സ്വഹാബത്തിന്റെയും എടുത്തിട്ടില്ല. എന്റെ വകയല്ല പറഞ്ഞത്, എന്റെ വക പറഞ്ഞെങ്കിൽ ചോദിക്കാം, ഈ ലോകത്തിലെ എല്ലാ കിതാബും വായിച്ച ആളാണോ? എന്റെ വക പറഞ്ഞതല്ല. ഇമാം ശാത്വി തന്റെ കിതാബുൽ ഇഅ്തിസാമിൽ ഉദ്ധരിച്ച ഭാഗമാ ഞാൻ പറഞ്ഞത്. ഫലം യസ്ബുത് മിൻ ത്വരീഖിൻ സ്വഹീഹിൻ സ്വരീഹിൻ അന്ന മുതബർരികൻ തബറക ബിഹിം അലാ അഹദി തിൽകൽ വുജൂഹി ഫഹുവ ഇദൻ ഇജ്മാഉൻ മിൻഹും അലാ തർക്കി തിൽകൽ അശ്യാ. ആ രീതി ഒഴിവാക്കണമെന്ന് സ്വഹാബത്തിന്റെ ഇജ്മാ ആണ് എന്ന് വരെ വായിച്ച് പറഞ്ഞിട്ടാ ചോദിക്കുന്നത്. അപ്പൊ മുഹമ്മദ് ബർക്കത്ത് എടുക്കലേ വല്ലാതെ തൊലിക്കട്ടെ, നിങ്ങൾ AP അല്ല, അതിനങ്ങനെ പുറത്താം. എന്ത് തോന്നിയ സംസ്കാരം ചെയ്യണമൊക്കെ ഇത്ര നേക്കുന്നതിന് മുമ്പിൽ വന്നിരുന്നിട്ട് പച്ചയായി ഇത്ര വ്യക്തമായി മലയാളത്തിൽ പറഞ്ഞൊരു വാചകം നേക്കുന്നത് ദുർവ്യാഖ്യാനിച്ചു തന്നാല് എന്താ എങ്ങനെയൊക്കെ സാധിക്കുന്നത്? തരക്കില്ല. വഴുതറിയുമ്പോ മൂലമോല് മാത്രം അധികം അവനാന്റെ കൗമ മാത്രം മുമ്പുള്ള സദസ്സിലാണെങ്കിൽ ഓരോ എന്തും വിശ്വസിച്ചു. ഇത്ര പച്ചയായി നേക്കുന്നതിൽ ഇരുന്നിട്ട് സൗമ്യമായി പറയുമ്പോൾ അതും കൂടി അട്ടിമറിച്ചിട്ട് ആ പണി ചെയ്യല്ലേ. മര്യാദക്ക് നിങ്ങൾക്ക് പോലും പറയാൻ പറ്റില്ല. അത് ബോധ്യപ്പെട്ട് നാട്ടുകൾ മനസ്സിലായി പറഞ്ഞ പോലെ നിങ്ങൾ പറയണമെന്നില്ല, എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഈ പണി പറഞ്ഞത് നേക്കുന്നത് മനസ്സിലായിട്ടില്ല. ഞങ്ങൾ പിന്നെ ചോദിച്ചോളി, ആ പറഞ്ഞ എനിക്ക് മനസ്സിലായിട്ടില്ല, കിതാബിന്റെ പേര് വ്യക്തമായില്ല, എഴുതിയിരിക്കണോ? ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, ഈ ഭാഗത്ത് എഴുതിയിരിക്കണോ? സാവകാശം പറഞ്ഞുതരാം, അതൊക്കെ ചെയ്യാം. ക്ലിയർ ആയിട്ടില്ല, നിങ്ങൾക്ക് വീണ്ടും ചോദിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരാൾക്ക് എത്രയും ചോദിക്കാം. അത് ഇവിടെ സംഭവിക്കും. അതന്നെ. അല്ലാതെ ഈ പണികൾ ചെയ്യാം. നമ്മൾ ഇത്രയും ഈ ഊർജ്ജവും സമ്പത്തും സമയമൊക്കെ ചെലവാക്കിയതിനാ അല്ലാതെ ദീന് പറയാൻ വേണ്ടി. ആ ദീന് പറയുമ്പോ ഈ വക കുതന്ത്രങ്ങളും ഈ വക ധിക്കാരങ്ങളും ഈ വക തോന്നിയാസങ്ങളും അല്ലാതെ ദീന് ചർച്ച ചെയ്യുന്ന വേദിയിൽ പറ്റിയ പണിയല്ല. നിങ്ങൾ ചെയ്യല്ലേ, ചെയ്തതായി ചെയ്തു, ഇനി ആവർത്തിക്കരുത്. നിങ്ങൾ നേക്കുന്ന വിഷയങ്ങൾ പറയും, ക്ലിയർ ആയിട്ട് നിങ്ങൾ ബാക്കി നിങ്ങൾ ചോദിച്ചോളി, ഞാൻ പറഞ്ഞുതരാം. ഇന്നല്ല സുദീഖുദ്ദീനെ കൊണ്ട് വേറെ സ്വഹാബി വർക്കത്തെടുത്തുണ്ടോ നിങ്ങൾ പറയും, അതാണ് വേണ്ടത്. ഞാൻ ഈ പറഞ്ഞത് ശരിയല്ലെങ്കിൽ അബൂബക്കർ സുദീഖുദ്ദീനെ കൊണ്ട് ഇന്ന സ്വഹാബി വർക്കത്തെടുത്തിട്ടുണ്ട്, ഉമർ ഖത്താബിനെ കുപ്പായം ഇന്ന സ്വഹാബി വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ട്, ഉസ്മാൻ അഫ്ഫാന്റെ മോതിരം ഇന്ന സ്വഹാബി എടുത്തിട്ടുണ്ട് ബർക്കത്തിന് വേണ്ടി എന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞോളി. എന്നാ നമുക്ക് ശാത്തബിയോട് ആദ്യം പറയേണ്ടത്. കാര്യം എന്റെ വകയല്ല ഞാൻ പറഞ്ഞത്. ഇമാം ശാത്തബി 600-700 കൊല്ലം മുമ്പ് മരിച്ചുപോയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ കിതാബിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചാൽ ഞാൻ പറഞ്ഞത്. അതില്ലേ നിങ്ങൾ പറയും. അതുകൊണ്ട് മാന്യമായി പെരുമാറണം എന്ന സ്നേഹബുദ്ധിയ ഓർമ്മപ്പെടുത്താനുള്ളത്. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാൽപാദത്തടിച്ച സംസം വെള്ളം കൊണ്ട് ബർക്കത്തെടുക്കുന്നവരാണ് സുന്നികൾ. അത് തെറ്റോ ശരിയോ? അത് 100% ശരിയാണ്. അത് മുജാഹിദീങ്ങൾ സുന്നിയേക്കാൾ ഏറെ എടുക്കുന്നു. കാരണം അത് നബിയാണ്, ഇസ്മായിൽ നബിയാണ്, ഇബ്രാഹിം നബിയാണ്. അതിൽ ബർക്കത്തുണ്ട് എന്ന് അല്ലാഹു റസൂൽ പഠിപ്പിക്കുകയും ചെയ്തു. അല്ലാഹു റസൂൽ പഠിപ്പിച്ചു സംസം വെള്ളത്തെ പറ്റി. സംസം വെള്ളം എന്തിനു വേണ്ടി കുടിച്ചു അതിനുള്ളതാണ്. അത് ഭക്ഷിക്കുന്നവന്റെ ഭക്ഷണമാണ്, രോഗത്തിന് ശിഫയാണ്. അതേപോലെ ഭൂമുഖത്തെ ഏറ്റവും ഖൈറായ വെള്ളമാണ്. തർക്കമില്ല. അത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യ എന്ന പോലെ സ്ഥിരപ്പെട്ടെന്ന് പറഞ്ഞോളി. എത്ര എളുപ്പമുണ്ട്. സുദീഖുദ്ദീനെ കൊണ്ട് ബർക്കത്തെടുക്കാൻ ഇതാ ഇന്ന ഹദീസിലുണ്ട്, ഉമർ ഖത്താബിനെ ബർക്കത്തെടുക്കാൻ ഇന്ന ഹദീസിലുണ്ട്. നിങ്ങൾ പറഞ്ഞോളി, നമ്മൾ അംഗീകരിക്കാം. ഞങ്ങൾ ശ്രദ്ധപ്പെടാത്ത വല്ലതും ഉണ്ടോ? നമുക്ക് ഒരു പ്രശ്നമില്ല, അംഗീകരിക്കാം. അബൂബക്കർ സിദ്ദീഖ് എന്റെ കാലശേഷം അബൂബക്കർ സിദ്ദീഖ് ഖലീഫയായി വരും. റസൂൽ സൂചിപ്പിച്ചതാണല്ലോ അത്. ആ സിദ്ദീഖുൽ അക്ബറിന്റെ ആ സാറെ കൊണ്ട് ബർക്കത്തെടുത്തോളൂ, അല്ലെങ്കിൽ ഉമർ ഖത്താബിനെ എടുത്തോളൂ, അല്ലെങ്കിൽ സ്വഹാബത്തിനെ കൊണ്ട് എടുത്തോളൂ എന്ന് റസൂൽ പറഞ്ഞതോ? ഇനി റസൂൽ പറഞ്ഞിട്ടില്ല സ്വഹാബിമാർ അങ്ങനെ ചെയ്തതോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി, നമ്മളും അംഗീകരിക്കാൻ തർക്കമില്ല. അങ്ങനെ സ്ഥിരപ്പെട്ട സ്വഹിയായ സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു മാറ്റും. മഹാന്മാരുടേത് സ്വാലിഹീങ്ങൾ എടുക്കാം നമ്മൾ പറയും. പക്ഷെ അങ്ങനെ സംഭവം സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് മുൻകാല പണ്ഡിതന്മാർ മാത്രം രേഖപ്പെടുത്തി വെച്ചു. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് തെളിവില്ല. അതല്ല, ഏതെങ്കിലും സ്വഹാബി അല്ലാഹുവിന്റെ റസൂൽ അല്ലാത്ത ശേഷമുള്ള സ്വഹാബിമാരിൽ നിന്നോ താബിഈകളിൽ നിന്നോ ഈ രൂപത്തിൽ ബർക്കത്തെടുത്ത വല്ലതും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഇവിടെ സ്ഥാപിക്കുകയാണെങ്കിൽ നമുക്കെന്തിനാ വാസി? ഞങ്ങളൊക്കെ തുറന്ന് പറയും, ഞങ്ങൾക്ക് തെറ്റുപറ്റി ഇത്രയും അറിയില്ലായിരുന്നു, ഞങ്ങൾക്കത് മനസ്സിലായി, അതുകൊണ്ട് അതും പറ്റും എന്ന് ഞങ്ങൾ പറയും.
അതില്ലാത്ത കാലത്തോളം പറയാൻ കഴിയില്ല. മറ്റേ ഇബ്രാഹിം നബി നബിയാണ്. അത് ഇബ്രാഹിം നബിനെ മാത്രമല്ല, മറ്റു പല പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ടും പല ശേഷത്തെ കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനി ബറക്കത്തിന് എന്താ അത് നമ്മൾ മനസ്സിലാക്കണം. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ ബറക്കത്തും ഒരേ തരത്തിലല്ല, പലതിനും ബറക്കത്തുണ്ട്. മഴ ബറക്കത്താണ്, ഹദീസിലുണ്ട്. മഴ ബറക്കത്താണ്. ഖുർആനും പറഞ്ഞു ബറക്കത്താക്കപ്പെട്ട വെള്ളം നാം ആകാശത്തിൽ ഇറക്കിയിരിക്കുന്നു. അതുകൊണ്ട് മഴവെള്ളം സംസം വെള്ളം പോലെയാണ് ആരും മനസ്സിലാക്കൂ? ഇല്ലല്ലോ. ഖുർആനെ പറ്റി മുബാറക് എന്ന് പറഞ്ഞിട്ടുണ്ട്, ബറക്കത്തുള്ളതാണ്. അങ്ങനെ ആടിനെ കുറിച്ച് പ്രവാചകൻ ഉമ്മുഹാനി എന്ന സ്വഹാബിയോട് പറഞ്ഞു, ഇത്തഖദി വനമാ ഫഇന്ന ഫിഹാ ബറക. നീ ആടിനെ വളർത്തിക്കോ, അതിൽ ബറക്കത്തുണ്ട്. ആ ബറക്കത്ത് എന്താ? അത് മറ്റൊരർത്ഥത്തിലാണ്. ആ ബറക്കത്ത് പല അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ്. എന്തായാലും ബറക്കത്ത് നൽകുന്നവൻ അല്ലാഹ്. റസൂലുള്ളാഹിക്ക് ഇങ്ങോട്ട് ബറക്കത്ത് ചെയ്യാൻ കഴിയില്ല, ബർക്കത്ത് ചെയ്യുന്നവൻ അല്ലാഹ്. അതുകൊണ്ടാണ് തൊട്ട് മുമ്പത്തെ നമസ്കാരത്തിലും താങ്കളടക്കം തൊട്ട് മുമ്പ് നിസ്കരിച്ച നിസ്കാരത്തിൽ പ്രാർത്ഥിച്ചത് എന്താ? അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ, അല്ലാഹുവേ മുഹമ്മദ് നബിക്ക് നീ ബർക്കത്ത് ചെയ്യണേ. വഅലാ ആലി മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ കുടുംബത്തിനും ബർക്കത്ത് ചെയ്യണേ. കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം, ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും ബർക്കത്ത് ചെയ്തതുപോലെ. അപ്പൊ ഇബ്രാഹിം നബിക്ക് ബർക്കത്തുണ്ട്, ഇസ്മായിൽ നബിക്ക് ബർക്കത്തുണ്ട്, ആ കുടുംബത്തിന് ബർക്കത്തുണ്ട്. അതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും നീ ബർക്കത്ത് ചെയ്യണേ. ആ ബർക്കത്ത് ചെയ്യേണ്ടവൻ ഇബ്രാഹിം നബി അല്ല. ഇബ്രാഹിം നബി നിങ്ങൾക്ക് ബർക്കത്തുണ്ടല്ലോ, അതുകൊണ്ട് ലേശം മുഹമ്മദ് നബിക്കും കൊടുക്കി എന്നല്ല. മുഹമ്മദ് നബിയെ എനിക്ക് ബർക്കത്ത് ചെയ്യണേ എന്നാണോ? അല്ല. അല്ലാഹുവേ ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും ബർക്കത്ത് ചെയ്തതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും നീ ബർക്കത്ത് ചൊരിയണേ. ആ മുഹമ്മദ് നബിക്ക് ബർക്കത്തുണ്ട്. മുഹമ്മദ് നബിയുടെ കുടുംബത്തിന് അല്ലാഹു നിശ്ചയിച്ച ചില ബർക്കത്തുകൾ ഉണ്ട്. അത് ഈ ബർക്കത്തല്ല, അത് ഈ ബർക്കത്തല്ല. അതിനെ ഞാൻ പറഞ്ഞത് മഴ, ആട് ഒക്കെ പറഞ്ഞ അതിനാ. അങ്ങനെ പലതിനും ബർക്കത്തുണ്ട്. പക്ഷെ ഒരു അസറിൽ നിന്ന് ബർക്കത്തെടുക്കാൻ, ശേഷിപ്പിൽ നിന്ന് ബർക്കത്തെടുക്കാൻ, മുടി, താടി, കുപ്പായം, ചെരുപ്പ്, വടി, മോതിരം തുടങ്ങിയ ശേഷിപ്പുകളിൽ നിന്ന് ബർക്കത്തെടുക്കാൻ നിശ്ചയിക്കപ്പെട്ട് നമുക്കുള്ളത് അല്ലാഹുവിന്റെ റസൂലിൽ നിന്നാണ്. സ്വഹാബത്ത് എടുത്തത് അങ്ങനെയാണ്. ശേഷമുള്ള സ്വഹാബിമാരിൽ ഒരാളിൽ നിന്നും സ്വഹാബിമാർ ആരും തന്നെ അല്ലെങ്കിൽ താബിഈകളോ ബർക്കത്തെടുത്തിട്ടില്ല. അത് എന്റെ വാചകമല്ല, ഇമാം ശാത്തബി കിതാബുൽ ഇത്സാമിൽ പറഞ്ഞതാണ്. ഫലം യസ്ബുത് من طريق صحيح صريح أن متبركا تبرك بهم على أحد تلك الوجوه. സ്വഹീഹായ വ്യക്തവും സ്വഹീഹായതുമായ ഒരൊറ്റ ത്വരീഖിലൂടെയും ഒരു സനദിലൂടെയും സ്ഥിരപ്പെട്ടിട്ടില്ല അന്ന മുതബർരികൻ തബറക ബിഹിം, ബർക്കത്തെടുക്കുന്ന ഒരാളും അവരെ കൊണ്ട് ബർക്കത്തെടുത്തുവെന്ന് അലാ അഹദി തിൽക്കൽ വുജൂഹി, ആ ഏതെങ്കിലും ഒരു വഴികളിൽ ഫഹുവ ഇദൻ ഇജ്മാഉ മിൻഹും അലാ തർക്കി തിൽക്കൽ അസ്യാ, അത്തരം കാര്യങ്ങൾ ഒഴിവാക്കണം എന്നത് സ്വഹാബത്തിന്റെ ഇജ്മാ